ഞാനും തിരുവല്ല മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല അതിരൂപതയിലെ ഇരുപേരൂർ ഇടവക അംഗമാണ്. 2019 ഡിസംബർ 28-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഈ ഉടമ്പടിയിലേക്ക് എന്നെ നയിച്ച അല്പ സംഭവങ്ങൾ വിവരിച്ചാൽ മാത്രമേ അതിൻ്റെ തീവ്രത എനിക്ക് പോലും അറിയാൻ കഴിയുകയുള്ളൂ. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ അധ്യാപക വൃത്തിയിൽ കടക്കുമ്പോൾ ഇവിടെ അടുത്ത് ചേർത്തലയിലെ തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ജോലി പ്രവേശിച്ചത്. അതിനുശേഷം നിരീശ്വരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകളിലെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്നു. ഇവിടെ കലവൂര് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിലെ പഴയ ഒരു പ്രസിദ്ധമായ നാടകമാണ് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ്. ഇത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ സംഘടിതമായി വന്ന് ഇവിടെ കണ്ട് മടങ്ങിപ്പോവുക, പിന്നീട് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി നിലനിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ഥിതി. ഇത് ഏകദേശം 1985-ലാണ്. ആ സമയത്ത് 87 ആയപ്പോൾ എനിക്ക് വിവാഹാലോചന വന്നു. എൻ്റെ വിവാഹ പങ്കാളിയായി വന്ന ആൾ എൻ്റെ വിപരീത സ്വഭാവക്കാരിയായിരുന്നു. പൂർണ്ണമായ ദൈവഭക്തിയുള്ള ഒരു വനിതയായിരുന്നു. അവൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും, പക്ഷേ എൻ്റെ ഉള്ളിലൊരു കഴമ്പുമില്ല. വളരെ ആഴത്തുള്ള പ്രാർത്ഥനക്കാരിയാണ് അവൾ. മിക്കവാറും എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു. അധ്യാപിക കൂടിയാണ്. രാത്രിയിലൊക്കെ തീവ്രമായ പ്രാർത്ഥനയാണ്. ജപമാലയൊക്കെ ഏറ്റവും ഭംഗിയായി ചൊല്ലുന്നയാളാണ്. പക്ഷേ ഞാനിതൊക്കെ ഒരു നിരീശ്വരവാദി എങ്ങനെയായിരിക്കും ഒരു കാര്യത്തെ സമീപിക്കുക, ആ ഒരു ശൈലിയായിരുന്നു എൻ്റെ. പക്ഷേ അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ഒരു അധ്യാപകനായിട്ട് കയറിയെങ്കിലും പിന്നീട് എനിക്ക് തുടർ പഠനങ്ങളൊക്കെ പലതും നടത്തി. ഈ പഠനങ്ങളൊക്കെ നല്ല വിജയം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. ഏകദേശം 2013 ആയപ്പോഴേ എനിക്ക് ഡോക്ടറേറ്റ് ബിരുദം കിട്ടി. അതും എൻ്റെ ഭാര്യയുടെ ശ്രമമാണ്. കാര്യം ഭയങ്കര പ്രാർത്ഥനയാണ്. എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് തീവ്രമായൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് എപ്പോഴും തോന്നിയില്ല. 2014 തന്നെ എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡും അതേ വർഷം തന്നെ ദേശീയ അധ്യാപക അവാർഡും ലഭിച്ചു. ഇത് ലഭിച്ചപ്പോഴും എൻ്റെ വിചാരം എൻ്റെ മഹിമയാണെന്ന്. പക്ഷേങ്കിൽ ഈ സമയത്താണ് ദൈവം എന്നെ പിടികൂടുന്നത്. കാര്യം എൻ്റെ ഭാര്യയിൽ നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി രോഗം വരാൻ തുടങ്ങി. ആ രോഗത്തിൽ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വരേണ്ടതാണ്, ആളവിടെ ബെഡ് റെസ്റ്റാണ്, വരാൻ പറ്റുകയില്ല. കാര്യം വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് അവൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗ്ഗം, ഒരു പ്രത്യേകത, ആമാശയത്തിൽ അൾസർ രൂപം കൊണ്ടിരിക്കുകയാണ്. ആ അൾസർ ബയോപ്സിക്ക് എടുത്തിട്ടുണ്ട്. തീരെ വയ്യ, ഭക്ഷണം കഴിക്കാനേ പറ്റുകയില്ല. ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ആളിങ്ങനെ വരുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ എന്നോട് ഈ 2017 ആയപ്പോൾ ഞാൻ പെൻഷനായി, അവളും പെൻഷനായി. ആ സമയത്ത് എന്നോട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി ഞാൻ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട്, നമുക്കവിടെ പോയി ഒരു ഉടമ്പടി വെച്ചാൽ എന്താണ് എന്ന്. പക്ഷേ എൻ്റെ മനസ്സ് സാവകാശം മാറി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയും ഞാനും മകനും കൂടി ഇവിടെ വന്നു. പിന്നീട് 2018 ഡിസംബർ 28-ാം തീയതി ഞാൻ തന്നെ വന്ന് ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിയിൽ 6 കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. തീർച്ചയായിട്ടും അതിൽ 3 കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായി കരുതി. ഞാൻ അതേപ്പറ്റി പറയാം. അതുകൂടാതെ അതിൽ രേഖപ്പെടുത്താതിരുന്ന 2 കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ലഭിക്കുകയും ചെയ്തു.